മക്കളെ, അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് എടുത്ത് വന്നിട്ടുള്ളത്. ഒരു 10 മിനിറ്റിൽ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിസ് സമയമൊന്നും കളയുന്നില്ല. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിസ്ക്രൈബ് ആൻ ആക്ടിവിറ്റി ടു ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഔട്ട്സൈഡ് എ ബാർ മാഗ്നറ്റ് ഫ്രം വൺ പോൾ ടു അനദർ. അതായത് ഒരു പോളിൽ നിന്ന് മറ്റൊരു പോളിലേക്ക് എന്താണ് നമുക്കറിയാം, ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡൊക്കെ എങ്ങനെയാണ് വരയ്ക്കാമെന്നൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു ഡെമോൺസ്ട്രേഷന്റെ എക്സ്പെരിമെന്റ് ആണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് താഴെ നോക്കുക, വാട്ട് ഡസ് ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ദ ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കാണാൻ വേണ്ടി പറ്റും. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒന്നുമില്ല, ആദ്യം നമ്മളൊരു പേപ്പർ എടുക്കുന്നു. ആ പേപ്പറിൽ നമ്മൾ ബാർ മാഗ്നറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു അല്ലെ, സൗത്ത് പോൾ നോർത്ത് പോൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഇതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ആൻഡ് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ അഥവാ കോമ്പസ് എടുക്കുകയാണ് ചെയ്യുക. ഇനി ആ കോമ്പസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ നോർത്ത് പോളിലേക്ക് കൊണ്ടുവരിക. ഈ നോർത്ത് പോളിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഈ നീഡിൽ എങ്ങനെയാ നമുക്കറിയാം, നോർത്തിലേക്ക് സൗത്ത് ആണ് അട്രാക്ട് ചെയ്യുക. ആൻഡ് നോർത്ത് ഇങ്ങനെ നിൽക്കും. ആൻഡ് അതിനുശേഷം ഈ കോമ്പസിന് എന്ത് ചെയ്യുക, ഈ സൗത്ത് പോളിനെ ഈ നോർത്ത് പോളിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി വെക്കുക. അതായത് ഇതിനെ പിടിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യില്ലേ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ, അത് കഴിഞ്ഞ് ഇങ്ങനെ, അത് കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന അതേ സാധനമാണ്. അതായത് നേരത്തെ എവിടെയാണോ നോർത്ത് പോൾ ഉള്ളത് അതിൻ്റെ അവിടേക്ക് സൗത്ത് പോളിനെ കൊണ്ടുവയ്ക്കുന്നു. വീണ്ടും നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുന്നു, സൗത്ത് നോർത്ത് മാർക്ക് ചെയ്യുന്നു. വീണ്ടും അതിനപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നു ആൻഡ് സൗത്ത് നോർത്ത് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്ക് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഷേപ്പാണ് എന്ത് കിട്ടുക, അതിനെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുക. ഇതാണ് സംഭവം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ ഇതുപോലെയാണ് വരയ്ക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കോമ്പസ് വെച്ച് ഇതുപോലെ വരച്ചാൽ ഇങ്ങനെയുള്ള ഒരു പിക്ചറാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നോക്കുക, ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ അതിനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ബാർ മാഗ്നറ്റിൻ്റെ ബൗണ്ടറീസിനെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചു. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ടേക്ക് എ സ്മോൾ കോമ്പസ്, അതായത് നമ്മുടെ വടക്ക് നോക്കി യന്ത്രയിലെ ആ കോമ്പസ് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് place it near the north pole of the magnet. മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നോർത്ത് പോളിന്റെ അടുത്തേക്ക് നമ്മൾ അതിനെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ എന്താ ചെയ്യുക, മാർക്ക് ദി പൊസിഷൻ ഓഫ് ദി 2 ends ഓഫ് ദി കോമ്പസ് നീഡിൽ. അതായത് ഈ നോർത്ത് പോളിന്റെയും അതുപോലെ തന്നെ സൗത്ത് പോളിന്റെയും ആ ഒരു ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് ഒന്നുമില്ല, ഇപ്പോൾ സൗത്ത് പോൾ എവിടെയാണോ ഇരിക്കുന്നത്, നോർത്ത് പോൾ എവിടെയായിരിക്കണം, ആ നീഡിലിൻ്റെ മാർക്കിംഗ് അവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നു, മൂവ് ദി നീഡിൽ ടു എ ന്യൂ പൊസിഷൻ സോ ദാറ്റ് സൗത്ത് പോൾ ഓക്യുപ്പൈസ് ദ പൊസിഷൻ പ്രീവിയസ്ലി ഓക്യുപ്പൈഡ് ബൈ ദ നോർത്ത് പോൾ. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഫസ്റ്റത്തെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ കോമ്പസിനെ നമ്മൾ പുതിയൊരു പൊസിഷനിലേക്ക് മാറ്റുകയാണ്. എങ്ങോട്ടേക്കാണ് മാറ്റുക? നേരത്തെ നോർത്ത് പോൾ നിന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പുതിയ സൗത്ത് പോൾ വെക്കുക. അപ്പോൾ ഇവിടെ വേറെ നോർത്ത് പോൾ, ഇവിടെ സൗത്ത് പോൾ വരും. അതിൻ്റെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോരുകയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻ ദിസ് വേ പ്രൊസീഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതായത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അടുത്ത സൗത്ത് പോൾ എത്തുന്ന വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് ഇപ്പുറത്തോട്ടേക്ക് എത്താം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ പോയിന്റ്സിനെ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്മൂത്ത് ആയിട്ടുള്ള കർവിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സ്മൂത്ത് കർവിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ കർവാണ് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ വരയ്ക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരു പിക്ചർ കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പിക്ചറാണ് നമുക്ക് കിട്ടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ് എഴുതണമെന്ന് മിസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ നമുക്ക് കുറച്ച് ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, കുറേ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ അടുത്തടുത്താണ് കിടക്കുന്നത് അല്ലേ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അടുത്താണോ കിടക്കുന്നത്? അല്ല അല്ലേ മക്കളെ? അപ്പോൾ ഈ അടുത്തടുത്ത് കിടക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് അർത്ഥം അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഒരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത് പോൾ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും. മാഗ്നറ്റിക് സ്ട്രെങ്ത് വളരെ സ്ട്രോങ് ഉള്ള ആളാണ് അല്ലേ. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് അഥവാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്നതിൻ്റെ അർത്ഥം സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സ്ട്രോങ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ എഴുതുക, ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്, എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്താണോ കിടക്കുന്നത് അത്രയും എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആണ്. അഥവാ സ്ട്രെങ്ത്
ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ് അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നമ്മുടെ ടീച്ചേഴ്സിന് കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ നമ്മളുടെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താ നോക്ക്. ക്വസ്റ്റ്യൻ ആണ്, പോയിന്റ് അല്ല. നോക്ക്, എ സ്റ്റുഡന്റ് ഫിക്സസ് എ ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പർ ഓൺ എ ഡ്രോയിങ് ബോർഡ്. ഹി പ്ലേസസ് എ ബാർ മാഗ്നറ്റ് ഇൻ ദ സെന്റർ ഓഫ് ഇറ്റ്. ഒരു പേപ്പർ എടുത്തു, ഒരു വൈറ്റ് പേപ്പർ എടുത്തു, അതിൻ്റെ മുകളിൽ ബാർ മാഗ്നറ്റിനെ വെച്ചു, സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ബാർ മാഗ്നറ്റ് വെച്ചു, എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് അയൺ ഫൈലിങ്സ് ഇട്ട് കൊടുത്തു. അതായത് അയൺ ഫൈലിങ്സ് വെച്ചാൽ ഒന്നുമില്ല, ഇരുമ്പിൻ്റെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ ചുമ്മാ ഇങ്ങനെ ടാപ്പ് ചെയ്തു. അപ്പോൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു പ്രത്യേക ഷേപ്പിൽ അത് അറേഞ്ച് ചെയ്യില്ലേ, കാരണം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെയാണ് അറേഞ്ച് ചെയ്യുക അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ, വാട്ട് ഡസ് ദ സ്റ്റുഡൻറ്റ് ഒബ്സർവ്, ഡ്രോ ദ ഡയഗ്രാം ടു ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസർ അല്ലേ. അപ്പോൾ നമ്മൾക്ക് അല്ലേ ഇങ്ങനെയുള്ളൊരു പിക്ചറാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പിക്ചറാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താ വരച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുക, അതാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കിക്കേ, എന്താണ് നിങ്ങളുടെ ആൻസർ, ഡ്രോ ദ ഡയഗ്രാം ടു ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ കാണാൻ പറ്റുക, മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്താ വരച്ചു കൊടുക്കണ്ടേ, ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചു കൊടുത്താൽ ഫുൾ ഓൺ സെറ്റ്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം എന്താ നോക്കിക്കേ, വൈ ഡു ദി അയൺ ഫൈലിങ്സ് അറേഞ്ച് ഇൻ സച്ച് എ പാറ്റേൺ. എന്തുകൊണ്ടാണ് അയൺ ഫൈലിങ്സ് അങ്ങനെ വന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് വന്നിട്ടുണ്ടാവുക, ഒന്നുമില്ല, നമുക്കറിയാം ബാർ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അയൺ എന്ന് പറയുന്ന ആളെന്താ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ അട്രാക്ട് ആവുന്ന ആളാണല്ലേ. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൽ ഈ അയൺ ഫൈലിങ്സിന് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു പാറ്റേണിൽ വന്ന് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് എങ്ങനെയാണ് ആൻസർ ആയിട്ട് എഴുതി കൊടുത്താൽ നോക്കിക്കേ, ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ ഗിവൺ ബാർ മാഗ്നറ്റ്. നമുക്കറിയാം ബാർ മാഗ്നറ്റ് ചുറ്റും എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ദി അയൺ ഫൈലിങ്സ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അവിടെ എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ട് അലൈൻ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. റെഡി ആണല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഇവിടെ നോക്കിക്കേ, വാട്ട് ഡസ് ദി ക്രൗഡിംഗ് ഓഫ് ദി അയൺ ഫൈലിങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി മാഗ്നറ്റ് ഇൻഡിക്കേറ്റ്സ്. അതായത് ഈ അയൺ ഫൈലിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ എൻഡിൽ കുറേ അയൺ ഫൈലിങ്സ് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അയൺ ഫൈലിങ്സ് ഇങ്ങനെ കൂടി നിൽക്കാനുള്ള കാരണം എന്താണ് മക്കളെ, വേറെ ഒന്നുമല്ല, അതായത് ഈ പോൾസ് അല്ലേ, ഈ രണ്ട് എൻഡ് എന്ന് വെച്ചാൽ പോൾസ് ആണ്. പോൾസിൽ മാഗ്നറ്റിക് ഫീൽഡ് വളരെ കൂടുതലാണ് എന്നുള്ള കാര്യമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. റെഡി, അടുത്ത ചോദ്യം നോക്കുക, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ജസ്റ്റിഫൈ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, നമുക്കറിയാം ഒരു മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈനുകളാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെ. അത്രയാണ് അവിടെ എഴുതി കൊടുക്കുന്നത് കേട്ടോ. ഇനി നോക്കുക, ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ അല്ലെ. അതായത് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. കാരണം എന്താ, ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ എന്താണ് ഒരു ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്കറിയാം ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ആണ് കൊടുക്കുക. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ടാൻജന്റ് ആണ് നൽകുക. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടേക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരും, ഇങ്ങോട്ടേക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അതായത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുകയാണ്, ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ടു ഡയറക്ഷൻസ് വരും. ടു ഡയറക്ഷൻസ് മാഗ്നറ്റിക് ഫീൽഡിന് വരും. അതെന്തല്ല, പോസിബിൾ അല്ല. അതെന്തല്ല മക്കളെ, പോസിബിൾ അല്ല. അതാണ് റീസൺ കേട്ടോ. അതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്, എഴുതി കൊടുക്കേണ്ടത്. ഇത് നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് കർവ്സ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് കർവ്സ് അല്ലേ. അതെ, അതായത് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അത് നോർത്ത് പോളിലേക്ക് എത്തുകയാണ് ചെയ്യുക. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്, ക്ലോസ്ഡ് കർവ്സ് ആണ്. അവരെന്താ ചെയ്യുന്നത്, നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നോർത്ത് പോളിലേക്ക് വന്ന് എത്തുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, റെഡി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. അതായത് കോൺസെൻട്രിക് സർക്കിൾസ് എന്നാണ് നമ്മൾ ഇതിന് പറയുക കേട്ടോ. അപ്പോൾ എന്താണ്, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോംസ് കോൺസെൻട്രിക് സർക്കിൾസ് അറൗണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അതായത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എങ്ങനെയാണ് ഉണ്ടാവുക, കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ഇത് അടുത്ത ഒരു ചോദ്യം നോക്കിക്കേ, ഒരു കോമ്പസ് നീഡിലിനെ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം.
ഓക്കെ, ഇതിൽ കൂടെ കറണ്ടൊക്കെ ഞാൻ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞാനൊരു കോമ്പസ് നീഡിലിനെ പിടിച്ചു വെക്കാൻ പോവാണ്. ഒരു കോമ്പസ് നീഡിൽ ഞാൻ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോക്കിക്കേ, സ്റ്റേറ്റ് യുവർ ഒബ്സർവേഷൻസ് ഫോർ ദി ഫോളോയിങ് കേസസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന കേസസിൽ എന്താണ് വ്യത്യാസം വരിക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് കറണ്ട് ഈസ് ഇൻക്രീസ്ഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ പിടിച്ച് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ കറണ്ട് കൂടുതലായിട്ട് പോകുമ്പോൾ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും കൂടും അല്ലേ? കറണ്ട് കൂടുന്നു, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുമ്പോൾ ഈ കോമ്പസ് നീഡിലും ഭയങ്കരമായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ആണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്? ഡിഫ്ലക്ഷൻ ഇൻക്രീസസ്. ആസ് കറണ്ട് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് അല്ലേ? കറണ്ട് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു, സോ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതി കൊടുക്കുമ്പോൾ നോക്കുക, ദി എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കറണ്ടിന് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ്. അപ്പോൾ കോമ്പസിന്റെ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്ത ചോദ്യം എന്താ നോക്കിക്കേ, ദി കോമ്പസ് നീഡിൽ ഈസ് ഡിസ്പ്ലേസ്ഡ് അവേ ഫ്രം ദ കണ്ടക്ടർ. അതായത് ഈ കോമ്പസ് നീഡിലിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വളരെ ദൂരേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ ദൂരെ, ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഒന്നുമില്ല, ഈ സാധനത്തിൽ പിടിച്ച് ഇങ്ങനെ ദൂരേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ദൂരേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കറണ്ടിൻ്റെ ഇതിൻ്റെ ചുറ്റുമുള്ള ഫീൽഡിൽ നിന്ന് വളരെ അല്ലേ ദൂരെയാണ് കിടക്കുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ കുറയും അല്ലേ? അപ്പോൾ ഈ കണ്ടക്ടറിൽ നിന്ന് ദൂരേക്ക് പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കുറയാണ് ചെയ്യുക, അപ്പോൾ ഡിഫ്ലക്ഷനും കുറയും. അപ്പോൾ നമ്മൾ എന്താ എഴുതി കൊടുക്കേണ്ടത്? യെസ്, നോക്കിക്കേ, സിൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് എ പോയിന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ട്രെങ്ത്. അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ്, അതായത് ആ കണ്ടക്ടറിൽ നിന്നുമുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് മാഗ്നറ്റിക് സ്ട്രെങ്ത്. അപ്പോൾ ദൂരേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നു, അപ്പോൾ ഡിഫ്ലക്ഷൻ എന്താ ചെയ്യുക? ഡിഫ്ലക്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ, അതായത് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തിയറട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഇവിടെ നിന്ന് ഒരു പ്രോബ്ലവും ചോദിക്കാനില്ല, ന്യൂമറിക്കൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞു തന്നു. അപ്പോൾ ഇതേപോലെ ഇനിയും മിസ് എന്ത് ചെയ്യാം? വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്തത് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്തോ. ഓക്കെ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ തന്നെ ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.